ഒരു ദശാബ്ദം മുമ്പ് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ പാർശ്വവൽകൃത സമൂഹങ്ങൾക്ക് വിദൂര സ്വപ്നമായിരുന്നു ബാങ്കിംഗ്. എന്നാൽ പ്രധാനമന്ത്രി ജൻധൻ യോജന ഈ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭങ്ങളിലൊന്നാണ് 2014 ഓഗസ്റ്റ് 28 ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന. ഒരു സാമ്പത്തിക വിപ്ലവത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിലൂടെ തുടക്കം കുറിച്ചത്. സാമ്പത്തിക ഉൾപ്പെടുത്തലിനായുള്ള ദേശീയ ദൗത്യം എന്ന പേരിൽ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ത്യയിലെ ബാങ്കിംഗ് സൗകര്യമില്ലാത്ത ഓരോ മുതിർന്ന വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട്, സാമ്പത്തിക ഐഡന്റിറ്റി, വായ്പ, ഇൻഷുറൻസ്, പെൻഷനുകൾ തുടങ്ങിയ അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായാണ് ആരംഭിച്ചത്. ബാങ്ക് സൗകര്യമില്ലാത്തവരെ ബാങ്കിംഗ് സൗകര്യത്തിലേക്ക് കൊണ്ടുവരിക, സുരക്ഷിതമല്ലാത്തവരെ സുരക്ഷിതരാക്കുക, ഫണ്ടില്ലാത്തവർക്ക് ധനസഹായം നൽകുക, സേവനമില്ലാത്തവരെയും പിന്നാക്കക്കാരെയും സേവിക്കുക എന്നീ ദൗത്യങ്ങളാൽ PMJDY നയിക്കപ്പെടുന്നു. പദ്ധതിക്ക് കീഴിൽ ഒരു സ്റ്റാൻഡേർഡ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ യോഗ്യതയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അടിസ്ഥാന സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുറക്കാൻ കഴിയും. ഈ അക്കൗണ്ടിന് മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതില്ല. ബാങ്ക് ശാഖകൾ, ATMകൾ എന്നിവ വഴി ഇടപാടുകൾ നടത്താം. ഔപചാരികമോ നിയമപരമോ ആയ രേഖകളില്ലാത്ത വ്യക്തികൾക്ക് ചെറിയ അക്കൗണ്ടുകൾ തുറക്കാം. ഇവ 12 മാസത്തേക്ക് സാധുതയുള്ളതാണ്. എല്ലാ ഗുണഭോക്താക്കൾക്കും 2 ലക്ഷം രൂപ അപകട ഇൻഷുറൻസ് പരിരക്ഷയുള്ള സൗജന്യ റൂപേ ഡെബിറ്റ് കാർഡ്, രൂപ 10,000 വരെ ഓവർഡ്രാഫ്റ്റ് സൗകര്യം എന്നിവ ലഭിക്കും. വിവിധ ഗവൺമെന്റ് പദ്ധതികൾ പ്രകാരമുള്ള ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം 56.16 കോടിയിലധികം ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് പകുതിയോടെ മൊത്തം നിക്ഷേപങ്ങൾ 2.67 ലക്ഷം കോടി രൂപയിലെത്തി. ഇതിൽ 56% ജൻധൻ അക്കൗണ്ടുകളും സ്ത്രീകളുടേതാണ്. സാമ്പത്തിക ലഭ്യതയിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പദ്ധതിയുടെ പങ്ക് ഇത് എടുത്തു കാണിക്കുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ കൈവരിച്ച നേട്ടങ്ങൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സും അംഗീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഉൾപ്പെടുത്തൽ ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരു ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നുവന്ന നേട്ടമാണ് റെക്കോർഡിന് അർഹമാക്കിയത്. പ്രധാനമന്ത്രി ജൻധൻ യോജന ഉൾപ്പെടെയുള്ള മുൻനിര പദ്ധതികളുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നതിനായി ധനകാര്യ വകുപ്പ് 2025 ജൂലൈ 1 മുതൽ 2025 സെപ്റ്റംബർ 30 വരെയുള്ള 3 മാസത്തെ രാജ്യവ്യാപക സമ്പൂർണ്ണത ക്യാമ്പയിൻ ആരംഭിച്ചു. ആദ്യ മാസത്തിൽ തന്നെ 3 ജൻ സുരക്ഷാ പദ്ധതികൾക്ക് കീഴിൽ ഏകദേശം 6.6 ലക്ഷം പുതിയ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകൾ തുറക്കുകയും 22.65 ലക്ഷത്തിലധികം പുതിയ അംഗത്വങ്ങൾ നേടുകയും ചെയ്തു. 2025 ഓഗസ്റ്റ് 28 പദ്ധതിക്ക് 11 വർഷം പൂർത്തിയാകുമ്പോൾ ഗ്രാമീണ അക്കൗണ്ട് ഉടമസ്ഥതയിലെ വർധനവ് മുതൽ ഡിജിറ്റൽ ഇടപാടുകളിലെ കുതിച്ചുചാട്ടം വരെ പദ്ധതിയുടെ നേട്ടങ്ങൾ രാജ്യവ്യാപകമായി ദൃശ്യമാണ്. രാജ്യത്തെ പരിവർത്തനം ചെയ്യപ്പെട്ട സാമ്പത്തിക ഭൂപ്രകൃതിയുടെ സൂചനയാണ് ഇന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജന.